ഹലോ എവറി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എല്ലാത്തിൻ്റെ ഒരു ഷോർട്ട് അനാലിസിസ് ചെയ്യും. ഇത്തിരി തിരക്കാണ്. സോ ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഈ ഒരു ഷെയർ ലെവൽസ് ഓൺലി ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. മറക്കണ്ട, ലേണിംഗ് പർപ്പസ് ലെവൽസ് മാത്രമേ ഉള്ളൂ. ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ചാനൽ ഉണ്ടായിരുന്നു. ഇന്ന് മോർണിംഗിൽ എൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രൈസ് ഈ ഒരു 25,815 ഇവിടെ റിജക്ഷൻ എടുത്തിട്ട് ഒന്നുകൂടി ഫോൾ തന്നിട്ട് പിന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ലാസ്റ്റ് ഒരു ഡൗട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, ബട്ട് പ്രൈസ് എന്ത് ചെയ്തു? ഓപ്പണിംഗ് അതിൻ്റെ അബവ് ആയിരുന്നു. ശരി, പോസിറ്റീവ് ഓപ്പണിംഗ് ആയി. ഓക്കെ, ആൻഡ് എക്സാക്ട്ലി പ്രൈസ് മുകളിൽ പോയി നിൽക്കുന്നു. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ഇനിയിപ്പോൾ പോയത് ABC ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് C കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? A ആയി. ഓക്കെ, ആൻഡ് ബിയുടെ ബൗൺസ് ആണോ എന്ന് ഒരു ഡൗട്ട്. ഓക്കെ, റൈറ്റ്, കൺഫ്യൂസ് ആവേണ്ട. നമ്മുടെ എക്സ്റ്റൻഡ് ഫിബനാച്ചി എടുക്കാം. ഫ്രം ഈ ടോപ്പ് ടു ഇന്നത്തെ ലോ, ലേറ്റസ്റ്റ് ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായി? പ്രൈസ് എക്സാക്ട്ലി നമ്മുടെ പ്രൈസ് വന്ന് നിൽക്കുന്നത് എവിടെ? 61.80% അവിടെയാണ്. ഓക്കെ, ആൻഡ് മാർക്ക് ചെയ്യാനുള്ളത് ഏതൊരു ലെവലാണ്? നമ്മുടെ 81.20%. ഇൻ കേസ് ഇത് ഫുൾ A, ഇത് B ആണെങ്കിൽ B 81.20% വരെ മാക്സിമമേ പോകാറുള്ളൂ. ഓക്കെ, സോ 81.20% നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടി. ഓക്കെ, B ആണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത് എന്താണ്? ഈ ഇൻറ്റേർണൽ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ഇത്. ഓക്കെ, ഇവിടെ നിന്ന് പ്രൈസ് ബൗൺസ് ആയല്ലോ. 1, 2, 3, ഫോർത്തിൻ്റെ കൺസൾട്ടേഷൻ, എക്സാക്ട്ലി കണക്കിന് ഫോർത്തിൻ്റെ കൺസൾട്ടേഷൻ. ആൻഡ് മേ ബി ഫിഫ്ത്ത് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 26,030 ലെവൽ, ആ ലെവൽ നാളത്തേക്ക് നല്ല ഒരു മേജർ ലെവലാണ്. പ്രൈസ് റെഗുലർലി 26,030 അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ഫർദർ ബുള്ളിഷ് ഉള്ളൂ. 26,000 അബവ് പ്രൈസ് റെഗുലർലി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫർദർ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏതാണ്? ഈ ഹൈ ആൻഡ് 200, 250, 300 ഒക്കെ നമ്മുടെ നെക്സ്റ്റ് ലെവൽസ് ആയിരിക്കും. ആ സിറ്റുവേഷൻ ലെവൽസ് എടുക്കാനാണെങ്കിൽ 26,030 അബവ് പ്രോപ്പർലി പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽസ് എന്തായിരിക്കും? ഇത് 100%, 101%, 27%, 160.80% ആയിരിക്കും. ഇത്ര വരെ പ്രൈസ് ഓപ്പൺ ആകും. ഓക്കെ, ഇത്ര വരെ നമുക്ക് ഇത് കിട്ടും. ഇൻ കേസ് പ്രൈസ് 26,030 അബവ് പോണില്ലെങ്കിൽ, ദാറ്റ് മീൻസ് ഇത് റിജക്ഷൻ പോയിൻ്റ് ആണെങ്കിൽ, സോ ഫുൾ ഇത് A ആയി, അത് ബിയുടെ ബൗൺസ് ആണ്. ആൻഡ് സിയുടെ ഫോർദർ ഫോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. റൈറ്റ്, മറക്കണ്ട, ഇത് ഫുൾ A ആയി. ഓക്കെ, സോറി, ഞാൻ മറ്റേ ഇത് കാണിച്ചു തരാം. ABC സ്ട്രക്ചറിൽ പോകാം നമുക്ക്. അതാണ് കുറച്ചുകൂടി. ABC സ്ട്രക്ചർ എടുക്കുക. ഇത് ഇവിടുന്ന് ഫുള്ളി ഇത് കൗണ്ട് ചെയ്ത് A ആൻഡ് ദെൻ ഇത് B റിജക്ഷൻ എടുത്തിട്ട് 26,030 മാത്രമേ അവിടുന്ന് റിജക്ഷൻ എടുക്കുകയുള്ളൂ. റിജക്ഷൻ തന്നെ അവിടുന്ന് ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് പിന്നെ സിയിൽ കിട്ടുക. സിയിൽ എത്ര മൂവ്സ് ഉണ്ടോ? 5 മൂവ്സ്. C ടാർഗറ്റ് ചെയ്യും. ഇവിടെ വരാണോ എങ്ങനെയാണ്? സോ നാളെ നോക്കാനുള്ളത് എന്താണ്? 26,030 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുണ്ടോ ഇല്ല എന്ന്. സ്മോൾ ടൈം ഫ്രെയിം വരിക. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കാനുള്ളത് എന്താണ്? ഈ ഒരു ലെവൽ. ഇത് കണ്ട, ഇത് പ്രൈസ് ഇവിടുന്ന് പോയി 1, 2 and 3 and 4th ആണ് ഇത് ഓൾറെഡി. സോ ഫോർത്തിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ലാസ്റ്റ് ടൈമിൽ ഇവർ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ അത് പ്ലേയും ചെയ്തു. ഞാൻ ചെറുതായിട്ട് പ്ലേ ചെയ്തു ഈ ലാസ്റ്റ് ട്രയാങ്കിൾ പാറ്റേൺ. ഇതുണ്ടോ? കണ്ടോ? എക്സാക്ട്ലി അത് തന്നെയാണ് പ്രൈസ് ഇന്ന്. ഓക്കെ, ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടായി. സോ നോ ഡൗട്ട് പ്രൈസ് എന്തായി? ഇവിടുന്ന് 1, 2, 3 എക്സ്റ്റൻഷനിലായിരുന്നു. ഫോർത്തിൻ്റെ കൺസോളിഡേഷൻ ആൻഡ് ഫിഫ്ത്ത് മേ ബി. ഓക്കെ, സോ ഫിഫ്ത്തിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് ഇവിടെ കൗണ്ട് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഇതിന് ഞാനത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാം നിങ്ങൾ കൗണ്ട് ചെയ്യും. ഫിഫ്ത്തിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് നോക്കിയാൽ മതി. ഓക്കെ, സോ ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ് കൂടി സ്മോൾ ടൈം ഫ്രെയിം ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ് കൂടി എങ്ങനെ എടുക്കാനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുക്കാം. സോ കോഷൻ നാളെ മോർണിംഗ് തന്നെ ഒരു കോഷൻ സോണിൻ്റെ കണ്ട, അത് എക്സാക്ട്ലി ഇവിടെ തന്നെ സിങ്ക് ആവുന്നുണ്ട് ലെവൽസ് എല്ലാം. ഓക്കെ, സോ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് മോർണിംഗ് തന്നെ റെഡി കണ്ടിലാണെങ്കിൽ ദാറ്റ് മീൻസ് 5 ഇവിടെ തീർന്നു. ഇതിൻ്റെ 5 ഓർ B കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പിന്നെ താഴേക്ക് നോക്കിയാൽ മതി. പ്രോപ്പർലി 26,030 അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ റെഗുലർലി. സോ അപ്പോൾ നമുക്ക് നോക്കാം ഫർദർ അപ്സൈഡ്. ഓക്കെ, മിനിമം ഒരു 15 മിനിറ്റ്സിൻ്റെ 2-3 ക്യാൻഡിൽസ് പ്രോപ്പർലി ഹെൽത്തി ക്യാൻഡിൽസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം അപ്പോഴേ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ റിജക്ഷൻ എടുത്ത് താഴെ വരികയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് ഈസിലി നമുക്ക് 5 മൂവ്സ് താഴേക്ക് കിട്ടും. 1, 2, 3, 4, 5. അത് 25,670 ഓർ 25,520 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓർ അല്ലെങ്കിൽ ഇവിടെ വരെ ഇവിടെ തന്നെ കൺസൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഏരിയയിൽ മാത്രമേ. എന്താ വെച്ചാൽ പിന്നെ ചിലപ്പോൾ ഈ ബിഗർ ടൈം ഫ്രെയിമിൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയാലോ, ബിഗർ ടൈം ഫ്രെയിമിൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുക? എല്ലാത്തിനും നമ്മൾ റെഡിയായി നിൽക്കണം. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻ എന്ത് ചെയ്യാതെ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ മാത്രമേ അപ്പോൾ
എന്ത് ചെയ്യുക, വീക്കായാൽ മതി, ഫർദർ വീക്ക്നെസ് കാണിച്ച് മറ്റേ ഇതായാൽ മതി, നമ്മൾ ബിയറിഷ് ആയാൽ മതി. ഓക്കെ, ഇത് അപ്പോൾ ഇനി ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ട്രാങ്കിൾ പോലെ ഇത് കണ്ടോ, യെസ് കണ്ട, എല്ലാത്തിനും നമ്മൾ റെഡിയായി നിൽക്കണം. ഇൻ കേസ് ട്രാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അവർ സഡൻ ഇവിടെ പ്രൈസ് വരും, കൊണ്ടുവരും, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് 25,800 850 60 ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് വരും. അപ്പോൾ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ എന്തായി ട്രാങ്കിൾ, ബിഗർ ടൈം ഫ്രെയിം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഓൾറെഡി, പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ദാറ്റ് മീൻസ് 1 2 3 ആൻഡ് ബിഗർ ടൈമിൻ്റെ ഫോർത്ത് കൺസൾട്ടേഷൻ ട്രാങ്കിൾ ആൻഡ് ബൂം അപ്സൈഡ്. സോ എല്ലാത്തിനും നമ്മൾ റെഡിയായി നിൽക്കുക, മനസ്സിലാക്കിയെടുക്കണം സ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്, മാർക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇഷ്ടമായിട്ടുണ്ടാവും. ഓക്കെ, സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഡോണ്ട് ഫർഗെറ്റ് മാർക്കറ്റ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ബെനിഫിറ്റ്. ബെനിഫിറ്റ് ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർലി നമ്മുടെ ആ ഒരു ലെവൽ 26 ഇതിൻ്റെ ഒരു ലെവൽ അവിടെ നിന്ന് പ്രോപ്പർലി പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി. ഓക്കെ, സോ ബെനിഫിറ്റ് അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചാൽ മതി. എനിക്ക് കൂടുതൽ ഇനി എക്സ്പ്ലനേഷൻ എനിക്ക് തരാനില്ല. ഐ തിങ്ക് മച്ച് ബെറ്റർ ക്ലിയറിറ്റി നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആവുന്നുണ്ടോ? ഐ തിങ്ക് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ക്ലിയർ ആവും കേട്ടോ. സോ 81.20% ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ട്രാങ്കിൾ ഇൻ കേസ് ഇതിനകത്ത് ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് ട്രെൻഡ് ലൈനിൻ്റെ ഇങ്ങനെ വരച്ചാൽ മതി. ഫ്രം ബോട്ടം ടു ടോപ്പിൻ്റെ ട്രെൻഡ് ലൈൻ നമ്മൾ ഓൾറെഡി വരച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഫ്രം 0 to 2 ട്രെൻഡ് ലൈൻ ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ ഫർദർ ഒരു നല്ലൊരു ബിയറിഷ് മൂവ് നമുക്ക് കിട്ടാൻ പോകാമെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ അപ്പോഴേ നമുക്ക് ബിഗർ ഒരു വലിയ ഡൗൺ സൈഡ് മൂവ് കിട്ടും. ഇത് കേട്ടോ, ഇത് പ്രോപ്പർലി ഇത് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് കണ്ടോ, ബാനിഫ്റ്റി ഇത് കണ്ടോ 2 and 3rd ടൈം വീണ്ടും. ഓക്കെ, സോ ബാനിഫ്റ്റി പിക്ചർ ക്ലിയർ ആണ്. സെൻസെക്സ് പോകാൻ വേണം. സെൻസെക്സ് എക്സാക്ട്ലി ഇത് 23.60% സപ്പോർട്ട് എടുക്കുന്നുണ്ട്. പിക്ചർ നമ്മുടെ എലിവേറ്റീവ് തിയറി എക്സാക്ട്ലി പ്രോപ്പർ എല്ലാം ക്ലിയർ ചെയ്ത് തരും. നമ്മൾ നോക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. മീൻസ് നമ്മൾ എപ്പോഴും റെഡിയായി നിൽക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് അങ്ങനെ തന്നെ റെസിസ്റ്റൻസ് ഇതിൻ്റെ ഇനി ഫർദർ സഡൻ ഒരു റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാനുള്ളത്, ഇതാണ് 81.20%. 81.20% നല്ല റെസിസ്റ്റൻസ് ആണ്. ഡിപ്പ് തന്നിട്ട് പിന്നെ തിരിച്ച് മുകളിലേക്ക് 81.20% ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ഔട്ടാണ് കേട്ടോ. സ്ലോലി അതൊക്കെ എല്ലാം മനസ്സിലാകും നിങ്ങൾക്ക് അപ്പ് വേണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയെടുക്കണം, ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, സോ ഇപ്പോൾ 5 മൂവ്സ് 1 2 3 4 5 ആയിട്ട് 5 മൂവ് 5th മൂവിലാണല്ലോ, മീൻസ് 4th 5th ഫേസ് ചെയ്യാൻ പോവുക. ഏത് 81.20%. ദാറ്റ് മീൻസ് അത് റെസിസ്റ്റൻസ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ താഴെ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുവാണെങ്കിൽ അപ്പോൾ അത് റെസിസ്റ്റൻസ് ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തല്ലോ. ഓക്കെ, ഇമ്പൾസീവ് മൂവിലേക്ക് പിന്നെ കൺവേർട്ട് ആകുന്നത്. എല്ലാവരും ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ആ മിഡ് ക്യാപ് നിഫ്റ്റി നന്നായി ട്രാപ്പ് ചെയ്യുന്നുണ്ടല്ലോ. മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഫോർ ദ ലെവൽസ് ഡയഗണൽ ആൻഡ് സഡൻ തിരിച്ച് മുകളിലേക്ക് കയറുന്നുണ്ട് മിഡ് ക്യാപ് നിഫ്റ്റി. ഈ ട്രെൻഡ് ലൈൻ മാത്രമേ വരച്ച് വെക്കാവുള്ളൂ, വേറെ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഉണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ഇവിടെ നിന്ന് മാത്രമേ റെസിസ്റ്റൻസ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല. സിംഗിൾ ലെഗ് എടുക്കാനാണെങ്കിൽ റെസിസ്റ്റൻസ് മാത്രം ഇതിൻ്റെ നോക്കാനാണെങ്കിൽ ഫ്രം ഈ ടു ഇത് ഇത്ര ഇങ്ങനെ എക്സാക്ട്ലി 101% റെസിസ്റ്റൻസ് മുകളിലാണ്. ഓക്കെ, ആൻഡ് 127% ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 127% അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ വീക്ക്നെസ് ഒന്നുമില്ല, ബട്ട് യെസ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോവുകയാണ്. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.